ശുഭം കരോതു കല്യാണം ആരോഗ്യം സർവസമ്പദം ശത്രുവൃത്തി വിനാശായ ദീപജ്യോതിർനമോസ്തുതേ. എല്ലാവർക്കും സന്ധ്യാവന്ദനത്തിലേക്ക് നമസ്കാരം. നമ്മുടെ ഗ്രൂപ്പ് ആരംഭിച്ചിട്ടേ ഉള്ളൂ, അതുകൊണ്ട് വിവിധ തരം പരിപാടികൾ എന്തൊക്കെ വേണമെന്ന് രൂപമായി വരുന്നേ ഉള്ളൂ. ഇത്രയും കുറച്ച് കാര്യങ്ങൾക്കായിട്ട് എന്തിനാണ് ഗ്രൂപ്പ് എന്നൊന്നും ആരും വിചാരിക്കരുത്. തീർച്ചയായും ഇതിൽ ഇമ്പ്രൂവ്മെൻറ്റും പല നിർദ്ദേശങ്ങളും വരും എന്ന് വിചാരിക്കുന്നു. ഒരൊറ്റ 2 ദിവസം കൊണ്ട് നമുക്ക് 140 മെമ്പേഴ്സ് ആയി എന്നത് തന്നെ വളരെ അത്ഭുതകരവും സന്തോഷകരവുമായ കാര്യമാണെന്ന് അറിയിക്കുന്നു. ഇന്ന് പറയാൻ പോകുന്നത് സന്ധ്യയ്ക്ക് നിലവിളക്ക് കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ആദ്യമായിട്ട് എപ്പോഴാണ് നിലവിളക്ക് കൊളുത്തേണ്ടത്? ഇപ്പോഴൊക്കെ അസ്തമയം സുമാർ 6:40 ആ സമയത്തായിട്ടാണ് വരിക. അപ്പോൾ 6 മണിക്കെങ്കിലും വിളക്ക് കൊളുത്തണം. ചിലപ്പോൾ 6:10 അസ്തമയം, അതോരും ഇങ്ങനെ സമയത്തിനനുസരിച്ചിട്ട് മാറും. അപ്പോൾ 5:30 വേണം വിളക്ക് കൊളുത്താൻ. രാത്രി ഇരുട്ടായിട്ടല്ല വിളക്ക് കൊളുത്തേണ്ടത്. അസ്തമയത്തിൻ്റെ ഒരു 3/4 മണിക്കൂറെങ്കിലും മുമ്പ് വേണം കത്തിക്കാൻ. ശരീരശുദ്ധി, മനഃശുദ്ധി ഇതെല്ലാം വേണം. നിലവിളക്ക് എന്ന് പറയുന്നത് തന്നെ അലങ്കാരങ്ങളുള്ളതോ മയിലിൻ്റെ ചിത്രമോ പണികളോ ഉള്ളതല്ല. ശരിക്ക് മുകളിൽ റൗണ്ട് ആയിട്ടുള്ളതും മുകളിലേക്കുള്ള ഭാഗം കുത്തനെയുള്ളതും കീഴ്പെട്ടുള്ള കാലിൽ റിങ് ആയിട്ടുള്ളതും ആണ് യഥാർത്ഥത്തിലുള്ള നിലവിളക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലർ ചെറിയൊരു പാത്രം പോലെ നടുവിലൊരു കുറ്റിയൊക്കെ ഇട്ടിട്ട് എണ്ണ കുറച്ച് ചിലവാകാൻ വേണ്ടി ഒരു വിളക്ക് കത്തിക്കലൊക്കെ ഉണ്ട്. അതൊന്നും ശരിക്കും നിലവിളക്കല്ല. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള വിളക്കാണ് നിലവിളക്ക് എന്ന് അറിയിക്കുന്നു എല്ലാവരുടെയും അറിവിലേക്ക്. സത്യത്തിൽ ആ യഥാർത്ഥ രൂപത്തിലുള്ള വിളക്ക് മാത്രമാണ് നമ്മൾ കത്തിക്കേണ്ടത്. കൂടാതെ തലേ ദിവസത്തെ എണ്ണ, തലേ ദിവസത്തെ തിരി ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഇത് മാത്രമാണ് നിലവിളക്കിന് ഉപയോഗിക്കേണ്ടത്. 2 തിരി കഴിഞ്ഞാൽ പിന്നെ 5 തിരി ഒറ്റയായിട്ടുള്ള സംഖ്യ. ഇതാണ് തിരിയായി എണ്ണം നോക്കേണ്ടത്. അതായത് 3ഉം 4ഉം വർജ്യമാണ്. 3 തിരി 4 തിരി ഇടാൻ പാടില്ല. 2 തിരി ഇടുമ്പോൾ തന്നെ ഒന്ന് നമ്മുടെ ഭാഗത്തേക്കും പിന്നെ ഒന്ന് മുൻഭാഗത്തേക്കും, ദൈവത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവും എന്ന ക്രമത്തിലാണ് വേണ്ടത്. 5 തിരി പഞ്ചഭൂതങ്ങളുടെ പ്രതീകമാണ്. ഈ 6 ഭാഗം നിലവിളക്കിൻ്റെ കാണിക്കുന്നത് മൂലാധാരം, മണിപൂരകം, അനാഹതം, ആജ്ഞ, വിശുദ്ധി, സ്വാധിഷ്ഠാനം എന്നീ ശരീരത്തിൻ്റെ 6 ആധാരങ്ങളെയാണ് വിളവിളക്ക് പ്രതിനിധാനം ചെയ്യുന്നത്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ ത്രിമൂർത്തികളും ഒരു നിലവിളക്കിൽ അധിവസിക്കുന്നു എന്നും സങ്കല്പമുണ്ട്. ശുഭം കരോതു കല്യാണം, എല്ലാ രീതിയിലും മംഗളം ഉണ്ടാവാനും ആരോഗ്യം സർവസമ്പദം, ആരോഗ്യവും സർവസമ്പത്തും ഉണ്ടാവാനും ശത്രുബുദ്ധി ഇല്ലാതാവാനും ദീപജ്യോതിയെ വന്ദിക്കുന്നു എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. ശത്രുബുദ്ധി എന്ന് പറയുന്നത് നമ്മളോട് ആർക്കും ശത്രുത ഉണ്ടാവരുതേ, നമുക്ക് ആരോടും ശത്രുത വേണ്ട. അല്ലാതെ നമ്മളൊരു ശത്രുവായി കാണുന്ന ഒരാൾക്ക് നാശം വരണം എന്നല്ല. ശത്രുബുദ്ധി വിനാശായ, ശത്രുബുദ്ധിയാണ് നശിക്കേണ്ടത്. അങ്ങനെ ആ യഥാർത്ഥത്തിലുള്ള സമയത്ത് വേണ്ട രീതിയിൽ നിലവിളക്ക് 2 നേരവും കൊളുത്തണം. രാവിലെ കൊളുത്തുമ്പോൾ കിഴക്കോട്ടുള്ള തിരി ആദ്യം കൊളുത്തണം. വൈകുന്നേരം കൊളുത്തുമ്പോൾ പടിഞ്ഞാട്ടുള്ള തിരി ആദ്യം കൊളുത്തണം. 5 തിരിയാണ് പ്രദക്ഷിണമായിട്ട് ബാക്കി തിരിയെല്ലാം കൊളുത്തണം. അതുപോലെ തന്നെ തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്നീ 4 ദിക്കിലേക്ക് കൃത്യമായിട്ട് തിരിയിട്ട് വടക്കിൻ്റെയും കിഴക്കിൻ്റെയും ഇടയിൽ ആണ് 5ാമത്തെ തിരി ഇടേണ്ടത്. കൃത്യമായി 5 ഭാഗങ്ങളല്ല, 4 എണ്ണം കൃത്യമായിട്ടും വടക്കിൻ്റെയും കിഴക്കിൻ്റെയും ഇടയിൽ ഗുരുസ്ഥാനത്തിനെ സങ്കല്പിച്ചിട്ടൊരു തിരി എന്ന ക്രമത്തിലാണ് തിരി ഇടേണ്ടത്. അങ്ങനെ എല്ലാ രാവിലെയും സന്ധ്യയ്ക്കും 2 സന്ധ്യയാണ് നമുക്കുള്ളത്. ഈ 2 സന്ധ്യയ്ക്കും നിലവിളക്ക് കത്തിച്ച് ഈശ്വര വിചാരം ചെയ്ത് മനസ്സിനെയും മറ്റും ശാന്തമാക്കി
ഈ ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്നാണ് നമ്മുടെ പഴയ വിശ്വാസം. എന്തെങ്കിലുമൊക്കെ നാമങ്ങൾ ജപിച്ച് നമഃശിവായ ഇന്നലെ പറഞ്ഞ പോലെ പ്രത്യേകിച്ചും സന്ധ്യയ്ക്ക് ചെയ്യണം. നമഃശിവായ ചെല്ലുക എന്നാണ് പണ്ട് പറയുക, നാമം ചെല്ലുക എന്ന് പോലും അല്ല. അപ്പം അത്രയും പ്രാധാന്യം നമഃശിവായയ്ക്ക് ഉണ്ട്. നിലവിളക്കുകളെ സംബന്ധിച്ച് ഒരുപാട് ഇനിയും പറയാനുണ്ട്. അത് മറ്റൊരു സന്ദർഭത്തിൽ പറയാം. എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഇന്നത്തെ സന്ധ്യാവന്ദനം നിർത്തുന്നു. നമസ്കാരം.